ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്താണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓൾറെഡി ചാപ്റ്ററുകളെല്ലാം കംപ്ലീറ്റ് ആക്കി, ടൈമിന് തന്നെ എല്ലാ സംഭവങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എക്സാമൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ചെയ്യാൻ ബാക്കിയുള്ളത് എന്താണ്? നമ്മുടെ റിവിഷനാണ്. എക്സാം ഓറിയൻറ്റഡ് റിവിഷനാണ് നമുക്കിനി ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിവിഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് റിവിഷനാണ്. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചാപ്റ്റർ എടുത്തതാണ്. അതിൻ്റെ നിങ്ങൾ മുന്നത്തെ സെമ്മുകളിലെല്ലാം എൻ്റെ ചാനൽ വീഡിയോസ് കണ്ടതായിരിക്കും. എന്നാലും ജസ്റ്റ് കാണാത്തവർക്ക് വേണ്ടി പറയണം, എല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള സെക്ഷൻ അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള ഒരു നോട്ടും അതിൻ്റെ എക്സ്പ്ലനേഷനും മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങളത് ഫുള്ള് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോയിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ അതിലെ പോയിൻറ്റ്സൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യുക. എക്സാമിൻ്റെ അന്ന് രാവിലെ അല്ലെങ്കിൽ എക്സാം ഹോളിലേക്ക് കയറുന്ന മുന്നേ തലേ ദിവസമൊക്കെ ആയിട്ട് ഒന്നുകൂടെ എടുത്ത് റിവൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ പഠിച്ചതെല്ലാം നിങ്ങൾക്കൊന്ന് ഫ്രഷ് ആക്കിയിട്ട് ഒന്ന് റിവൈസ് ചെയ്തെടുക്കാനുള്ള ഒരു ബെസ്റ്റ് സംഭവമാണ് നമ്മുടെ റിവിഷൻ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് മുന്നേ വിചാരിച്ചത് വേണോ ചെയ്യണോ ഇനിയിപ്പോൾ പ്രാവശ്യം വേണ്ടേ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നല്ലോ. ഒക്കെ ഓർമ്മയുണ്ട് ഞാൻ റിവിഷൻ വീഡിയോ ചെയ്യാറുണ്ടെന്നല്ലോ. റിവിഷൻ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ ഒത്തിരി കമൻസൊക്കെ വന്നു. അപ്പോൾ എന്തായാലും അതിലേക്ക് പോവാം എന്നൊരു പ്ലാനോട് കൂട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന റിവിഷൻ എന്ന് പറയുന്നത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ VSC ആണ് കേട്ടോ. ഫ്രെയിമിംഗ് പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ അതിൻ്റെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ VSC ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? കൊലഹണ്ടി ആണ് അല്ലേ. കൊലഹണ്ടി ജഗന്നാഥ് പ്രസാദ് ദാസ് എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്? ഗവൺമെൻറ് ആഡ് ഷോ എ ഹെൽത്തി ചൈൽഡ് ആസ് കൊലഹണ്ടി സ്പേസ്. ഇതിൽ കുറേ പേര് പ്രൊനൗൺസിയേഷൻ്റെ പ്രശ്നം പറയുന്നത് കേട്ടോ കേട്ടോ. കലാഹണ്ടിയാണ്, കൊല്ലഹണ്ടി അല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇത് കലഹണ്ടി എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇത് എഴുതുന്നത്. പക്ഷേ ഇതേ സെയിം സാധനം നിങ്ങൾ പ്രൊനൗൺസിയേഷൻ ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇതൊരു സ്ഥലത്തിൻ്റെ പേരാണ്, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് കൊല്ലഹണ്ടി. കോ എന്നുള്ള കോയും കാര്യങ്ങളും മിക്സായ ഒരു അക്ഷരമായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് കൊല്ലഹണ്ടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് മേ ബി ഇതും ആയിരിക്കില്ല കേട്ടോ. അവർ ആ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന പേര് ഇതൊന്നും വ്യത്യാസമായിരിക്കും. നമുക്ക് അവരുടെ സെയിം പ്രൊനൗൺസിയേഷനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. ഞാൻ എനിക്ക് സംശയം വന്ന് കുറേ സ്ഥലങ്ങളിൽ നോക്കി കുറേ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് വെച്ച് ഞാൻ പറയുകയാണ്. ഇനി അതെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതാണ് ഞാൻ, അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം തെറ്റിച്ച് പറയുന്നതല്ല, കോ എന്ന് പറയുന്നതല്ല. ആക്ച്വലി ഞാൻ അങ്ങനെയാണ് കണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിനെന്താ വരുന്നത്? ഗവൺമെൻറ് ആഡ് ഷോ എ ഹെൽത്തി ചൈൽഡ് ആസ് കൊലഹണ്ടി സ്പേസ്. അപ്പോൾ ഇതിൽ പറയുന്നത് പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന ആ ഒരു എന്താ പറയുക അവസ്ഥയിലുള്ള ഒരു നാടിനെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അതേ സ്ഥലത്തുള്ള ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? അവരുടെ എല്ലാ പരസ്യങ്ങളും കാര്യങ്ങളിലൊക്കെ ഒരു ഹെൽത്തി ചൈൽഡിൻ്റെ ഫേസാണ് കാണിക്കുന്നത്. അപ്പോൾ അത് സത്യത്തിനെ മറച്ചു വയ്ക്കാൻ, അവിടെ പട്ടിണിയും പരിവട്ടവുമാണ് എന്ന സത്യത്തിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ തത്രപ്പാടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. റിയൽ കൊലഹണ്ടി ഹാസ് ഡ്രാഫ്റ്റ് സ്റ്റാവേഷൻ ആൻഡ് ഡെത്ത്. ശരിക്കുള്ള കൊലഹണ്ടിയിൽ എന്തൊക്കെയുണ്ട്? ക്ഷാമമുണ്ട്, പട്ടിണിയുണ്ട്, അതേപോലെ ആ പട്ടിണി വെച്ചിട്ടുള്ള മരണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ കൊലഹണ്ടി എന്ന് പറയുന്നത്. മദേഴ്സ് സ്റ്റാവ്, ചിൽഡ്രൻ ഹാവ് ബ്ലോട്ടഡ് ബെല്ലീസ്. അമ്മമാർ വിശന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ അവർ പട്ടിണി കിടക്കുകയാണ്. ഉള്ള ഭക്ഷണം മക്കൾക്ക് കൊടുക്കണം. മക്കൾക്കും എന്താണ് വയറൊട്ടി വല്ലാത്ത പട്ടിണി കോലങ്ങളായി മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ അതിനകത്ത് പറയുന്നത് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വേശ്യാലയങ്ങളിലേക്ക് പോകേണ്ടി വരികയാണ്. അല്ലാതെ അവർക്ക് ഉപജീവന മാർഗ്ഗത്തിന് ഒന്നും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പീപ്പിൾ ഈറ്റ് മാംഗോ കേർണൽസ്, ചിൽഡ്രൻ ആർ സോൾഡ് ഔട്ട് ഓഫ് ഡെസ്പറേഷൻ. എത്ര വേസ്റ്റ് ആയാലും അല്ലെങ്കിൽ എത്ര നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യമായാലും അതുവരെ കഴിക്കേണ്ട ഒരവസ്ഥ, കുട്ടികളെ പോലും വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഒഫീഷ്യൽസ് ആൻഡ് മീഡിയ സ്റ്റിൽ ക്ലെയിം ദ റീജിയൻ ഈസ് ഡെവലപ്ഡ്. പക്ഷെ അപ്പോഴും ഗവൺമെൻറ്റും സർക്കാരും അതേപോലെ തന്നെ മീഡിയകളും ഒക്കെ പറയുന്നത് എന്താണ്? ഇത് ഡെവലപ്ഡ് ആണ്, കംപ്ലീറ്റ് ഡെവലപ്ഡ് ആയ ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞ് സത്യത്തെ മറച്ചു വയ്ക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. പോയിറ്റ് യൂസ് സർക്കാസം ടു എക്സ്പോസ് ദിസ് ലൈഫ്. അപ്പോൾ ഈ ഒരു നുണയെ പൊളിച്ചെഴുതുക എന്നതാണ് നമ്മുടെ കവി ഇതിൽ കൂടെ ചെയ്യുന്നത്. കൊലഹണ്ടി റെപ്രസെൻറ്റ്സ് ഓൾ നെഗ്ലക്റ്റഡ് പുവർ ഏരിയാസ് ഇൻ ഇന്ത്യ. കൊലഹണ്ടിയിൽ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ടിട്ടുള്ള, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പാവങ്ങൾ ജീവിക്കുന്ന ഏരിയ, ഇന്ത്യയിലത്തെ ഏരിയകളാണ് ഇവർ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കൊലഹണ്ടി എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്ഥലം മാത്രമല്ല, അത്തരത്തിലുള്ള അവഗണിക്കപ്പെടുന്ന പട്ടിണി കിടക്കുന്ന ആളുകൾ, കണ്ടില്ല എന്നടിച്ചു പോകുന്ന അവസ്ഥയിലുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ കൊലഹണ്ടി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ തീംസ് എന്തൊക്കെയാണ് വരുന്നത്? കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി. ആ ഒരു റിയാലിറ്റിയും അല്ലാത്തതും അല്ലെങ്കിൽ ആ ഇല്യൂഷനും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം നമുക്കിവിടെ കാണാം. പൊളിറ്റിക്കൽ ഹിപ്പോക്രസി കാണാം. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ പേഴ്സ്, പാവങ്ങളായ ആളുകളെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ കാണാം. ആൻഡ് ദ ഫെയിലിയർ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ പരാജയവും നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പോയം കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം, വായിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതന്നെയാണ് എനിക്ക് മുന്നത്തെ പല വീഡിയോസും പറഞ്ഞ് ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ
പറയുന്നതും നിങ്ങളുടെ കോളേജിലെ ടീച്ചർ പറയുന്നതും നിങ്ങൾ ഏത് വീഡിയോ കണ്ടാൽ അതൊന്നൊക്കെ കിട്ടുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങളൊന്ന് വായിച്ച് നിങ്ങൾക്ക് അന്ന് പോയിന്റ്സ് കിട്ടും. നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് വായിച്ച് നോക്കുക. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകാം. സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് ഓൺ പോളിഗ്രാഫ്, നാർക്കോഅനാലിസിസ് ആൻഡ് ബ്രെയിൻ മാപ്പിംഗ്, എ ബൂൺ ഓർ ബെയിൻ. ആ ചാപ്റ്റർ നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെയും നിങ്ങൾ ടൈറ്റിലും നിങ്ങളുടെ ഓഥറും നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടേംസ് നമ്മൾ പഠിച്ചു വെക്കണം. പോളിഗ്രാഫ് എന്താണ്, നാർക്കോഅനാലിസിസ് എന്താണ്, ബ്രെയിൻ മാപ്പിംഗ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക, ഓരോന്ന് പഠിക്കാതെ തന്നെ നമ്മളൊന്നും കൂടെ റിവൈസ് ചെയ്യാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ, ഗുണമാണോ ദോഷമാണോ എന്നതിനെക്കുറിച്ചൊരു അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അതിൽ തന്നെ സുപ്രീം കോർട്ടിൻ്റെ എന്താണ് ജഡ്ജ്മെൻറ്റ് ലാസ്റ്റ് വന്നിരിക്കുന്നത് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നാർക്കോഅനാലിസിസ് എന്താണ്, യൂസസ് ഡ്രഗ്സ് ടു ഇൻഡ്യൂസ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ്, അൺറിലയബിൾ, നോട്ട് വളണ്ടറി, നോട്ട് കോട്ട് എവിഡൻസ്. അപ്പോൾ ഇതിലെന്താണ്, ഒരു ഡ്രഗ്സ് മീൻസ് ആ ഒരു മരുന്ന് യൂസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ ഒരു മയക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചിട്ട് അതിനകത്ത് നമ്മളെ കൊണ്ട് എന്താണോ നമ്മൾ പല കേസുകളും തെളിയിക്കാൻ വേണ്ടി പ്രതി എന്ന് സംശയിക്കുന്ന ആളെയും കൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയാണ്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും എന്തല്ല വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു കാര്യമല്ല, കംപ്ലീറ്റ്ലി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് നമുക്കത് സയൻറ്റിഫിക്കലൊരു തെളിവില്ല. അയാൾ പറയുന്നത് സത്യം, അയാൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, സത്യമാണോ നുണയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അതായത് മനഃപൂർവ്വം പറയുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വാസയോഗ്യമല്ല. അതേപോലെ തന്നെ കോടതി അതൊരു തെളിവായിട്ട് എടുക്കില്ല എന്നും പറയുന്നുണ്ട്. പിന്നെന്താ, പോളിഗ്രാഫ് മെഷേഴ്സ് ഹാർട്ട് റേറ്റ്, BP, sweat for lies, anxiety causes same response can be beaten. പോളിഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ നുണപരിശോധന പോലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ നുണ പറയുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, BPയുടെ വേരിയേഷൻ വരും, അതേപോലെ നമ്മൾ വിയർക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നിരപരാധി ആയിരിക്കാം, എന്നാൽ പോലും അയ്യോ ഇവരെന്തെങ്കിലും ചെയ്യുമോ, ഞാൻ കുടുങ്ങുമോ എന്ന് വിചാരിച്ച് ആങ്സൈറ്റി കൊണ്ടും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവും. അത് വിചാരിച്ച് അയാൾ നുണ പറയുന്നു, അയാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല ചിലർക്ക് അത്രയും പഠിച്ച കള്ളന്മാർക്ക് അല്ലെങ്കിൽ അത്രത്തെ കഴിവുള്ളവർക്ക് എന്തും പറ്റും. ഇതിനൊക്കെയും ഇതൊന്നും ഇല്ലാതെ കൂളായിട്ട് നിന്ന് നുണ പറയാൻ പറ്റും. ഹാർട്ട് ബീറ്റ് ഒന്നും കൂടാതെ വേർക്കാതെ നല്ല കൂളായ രീതിയിൽ നിന്ന് നുണ പറഞ്ഞ് പറ്റിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊരിക്കലും നമുക്ക് സയൻറ്റിഫിക്കലി ഇതൊരു ലാസ്റ്റ് വേർഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ മാപ്പിംഗ് ആണ്. ഡിറ്റക്ട്സ് P300 waves for a crime detail recognition, shows familiarity, not guilt, very little research. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ നടന്ന ക്രൈമുമായിട്ട് സിമിലിയർ ആയിട്ടുള്ള ഇൻസിഡൻസ് അവരുടെ മുന്നിൽ റീക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ പിക്ചേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന ചേഞ്ചസ് ഉണ്ടാവുന്ന എല്ലാവരും കുറ്റം ചെയ്തവരായിരിക്കില്ല. മേ ബി അത് കണ്ടു നിന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് പരിചയമുള്ള വേറെ ഏതെങ്കിലും കാര്യം കണ്ടു നിന്നൊരു വ്യക്തി. അപ്പോൾ ഫെമിലിയാരിറ്റിയോ അല്ലെങ്കിൽ എന്ത് കാര്യം കൊണ്ടും ആവാം അവരിൽ ആ ചേഞ്ച് വരുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റിൻ്റെ കുറച്ച് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചിട്ടാണ് ഞാൻ ഭയങ്കര ടെൻഷൻഡ് ആവുകയാണ് എന്ന് വിചാരിച്ച് ഞാൻ ആ കുറ്റം ചെയ്തു എന്നല്ല അർത്ഥം. മറിച്ച് അത് കാണുമ്പോൾ എനിക്ക് ടെൻഷനായിട്ടാവാം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ മുന്നേ എപ്പോഴും ഉണ്ടായിട്ടുള്ള ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് കണക്ഷൻ തോന്നിയിട്ടാവാം. അങ്ങനെ എന്ത് റീസൺ കൊണ്ടും ആവാം. അത് വിചാരിച്ച് അയാൾ ആ ഒരു റെസ്പോൺസ് കിട്ടിയതിനെ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി അയാൾ കുറ്റം ആരോപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്താണ്, ആ ഒരു കാര്യത്തിൽ നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കൺക്ലൂഷൻ എന്താ പറഞ്ഞത്, ഓൾ DDTs ലാക്ക് റിലയബിലിറ്റി. അതായത് ഇത്തരത്തിലുള്ള എല്ലാ ടെസ്റ്റുകളും എല്ലാ DDTസും എന്താണെന്നാണ് പറയുന്നത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അത്രയും വിശ്വാസയോഗ്യമല്ല. മാത്രമല്ല സുപ്രീം കോടതി എന്താ പറഞ്ഞത്, ഡിമാൻഡ്സ് മോർ റിസർച്ച്, ഗൈഡ് ലൈൻസ് ആൻഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ. കൂടുതൽ റിസർച്ചും ഗൈഡ് ലൈൻസും ഒക്കെ വേണം. അതേപോലെ തന്നെ ആളുകൾക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു സംഭവം നഷ്ടപ്പെടാതെ ആ രീതിയിൽ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നതും സുപ്രീം കോടതി പറയുന്നുണ്ട്. ഇൻ തേർഡ് ചാപ്റ്റർ ബ്ലാക്ക് മെൻ ആൻഡ് പബ്ലിക് സ്പേസ് എന്ന ചാപ്റ്ററാണ്. ബ്രെൻറ്റ് സ്റ്റാപ്പിൾസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്, ഒരു ബ്ലാക്ക് മെൻ പബ്ലിക് സ്പേസിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് അല്ലേ. എ വൈറ്റ് വുമൺ റൺസ് അവേ ഫ്രം സ്റ്റാപ്പിൾസ് ഇൻ ചിക്കാഗോ, മിസ്റ്റേക്കിംഗ് ഹിം ഫോർ എ മഗ്. ഹി ഫീൽസ് സർപ്രൈസ്ഡ്, എംബ്രാസ്ഡ് ആൻഡ് സീൻ ആസ് എ ഡേഞ്ചർ. ഒരു വൈറ്റ് വുമൺ, ഒരു സ്ത്രീ, വെളുത്ത സ്ത്രീ, ആ ഒരു വൈറ്റ് റേസിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, നമ്മുടെ സ്റ്റാപ്പിൾസിനെ കണ്ട് ബ്ലാക്ക് മാനെ കണ്ടിട്ട് എന്ത് ചെയ്യാണ്, പേടിച്ചോടി പോവാണ്. അപ്പോൾ അത് കാണുമ്പോൾ ആളൊക്കെ എന്നെ സ്വയം തോന്നുന്നതാണ്, അയ്യോ ഞാൻ എൻ്റെ ഈ രൂപം കണ്ടിട്ട് ഒരു കൊള്ളക്കാരനോ ഉപദ്രവിക്കുന്ന ഒരാളായിട്ട് കണ്ടിട്ടാണ് ഈ സ്ത്രീ ഓടുന്നത്. അപ്പോൾ ഞാൻ അത്രയും അയാൾക്ക് ഭയങ്കര മോശം തോന്നുകയാണ്, ഞാൻ അങ്ങനത്തെ ഒരു ചീത്തയാണോ എന്നൊരു ചിന്ത അവരാണ്. ആൾ സ്വയം മറ്റുള്ളവർക്കൊരു ഡേഞ്ചറാണ് എന്ന് മറ്റുള്ളവർ പറയുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർ ഒരു വിഷമം. Black men are often stereotyped as threats. People cross streets to avoid him. Security guards call police. He is mistaken for a burglar at work. അദ്ദേഹം
ആളുകൾ പൊതുവെ എന്താണ് ബ്ലാക്ക് പീപ്പിളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് അല്ലെങ്കിൽ അവർ ഭയങ്കര പ്രശ്നക്കാരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് സ്ട്രീറ്റിൽ കൂടെ അങ്ങ് നടന്നു പോകുന്ന സമയത്ത് ഇയാളെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ ഇയാളുടെ കൂടെ അല്ലെങ്കിൽ ഇയാളെ ക്രോസ് ചെയ്ത് നടക്കുന്നതിന് പകരം ആളുകൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ സ്ട്രീറ്റിൽ കൂടെ എന്ത് ചെയ്യുന്നു, നടന്നു പോകാൻ വരെ ചെയ്യാറുണ്ട്. അതായത് ആളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വഴി മാറി പോകുന്നവർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് ആൾ വരുന്നത് കണ്ടിട്ട് പോലീസിനെ വിളിക്കുന്ന ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ആളുടെ ജോലി സ്ഥലത്ത് പോലും അയാളൊരു ബർഗ്ലറാണ് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന ഇൻസിഡൻസ് ഒക്കെ, അതായത് അയാളുടെ കളർ വെച്ചിട്ട് മാത്രം. ഇപ്പോൾ ബ്ലാക്ക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ്, അല്ലെങ്കിൽ ആളുകൾ ഉപദ്രവിക്കുന്നവരാണ്, കൊള്ളയടിക്കുന്നവരാണ്, അല്ലെങ്കിൽ മോശം സ്വഭാവമുള്ളവരാണ് എന്നൊരു ചിന്താഗതിയാണ് ഇതിന് പുറകിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. Growing up in Chester, PA, he chose to stay a shadow to avoid violence after seeing others jailed or killed for bravado. അദ്ദേഹത്തിനെ പോലെയുള്ള മറ്റ് പല ബ്ലാക്ക് പീപ്പിളും ഇത്തരത്തിൽ കുറ്റാരോപിതരായിട്ട് വൈറ്റ് പീപ്പിളിൻ്റെ കയ്യാൽ കൊല്ലപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുന്നതൊക്കെ അദ്ദേഹം കണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, സ്വയം ഒതുങ്ങി മാറി നടക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. To seem less intimidating, he whistles classical music, gives space on subways and stays calm with police. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്, മറ്റുള്ളവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്, ഇങ്ങനെ പോകുന്ന സമയത്ത് മിണ്ടാതെ അങ്ങനെ പോവാതെ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ ഇങ്ങനെ ചൂളമടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ട്യൂണ് മൂളിക്കൊണ്ട്, അതേപോലെ തന്നെ സബ്വേസ് യൂസ് ചെയ്തുകൊണ്ട് സബ്വേസിൽ പോകുന്ന സമയത്തൊക്കെ സ്പേസ് വിട്ടുകൊണ്ട് സൈഡിൽ ചേർന്ന്, അതേപോലെ തന്നെ പോലീസിനെ കാണുമ്പോൾ ഭയങ്കര കാമായിട്ട് നിന്ന്, അത് മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നാതിരിക്കും ിക്കാൻ വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടണം. ആക്ച്വലി മറ്റുള്ളവർ വിചാരിക്കുന്ന പോലത്തെ ഒരു മോശം ആളല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അത്തരത്തിൽ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരികയാണ് എന്നാണ് പറയുന്നത്. The essay shows how fear and racial profiling shape public life and take an emotional toll on black men. അപ്പോൾ ഈ എസ്സേ കൊണ്ട് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഇത്തരത്തിൽ റേഷ്യൽ പ്രൊഫൈലിംഗ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് ലൈഫിൽ ആളുകൾക്ക് ഇമോഷണലി ഇത്തരത്തിൽ ബ്ലാക്ക് മെൻ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത് എത്രത്തോളം ഇത്തരത്തിലുള്ള ആളുകളെ ബാധിക്കുന്നു എന്നതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. Staples calls for empathy and action to challenge stereotypes and dismantle systems that sustain racism. സ്റ്റാപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, അദ്ദേഹം എംപതിയാണ് അദ്ദേഹം അവിടെ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, ചാലഞ്ച് ചെയ്യുക, ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സിനെ ചാലഞ്ച് ചെയ്യണം. അതേപോലെ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിനെ എന്ത് ചെയ്യണം, നമ്മൾ ആ റേസിസത്തിൽ നിന്നും എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനെയൊക്കെ ചാലഞ്ച് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്, ഒരു ഷോർട്ട് ഫിലിമാണ് അല്ലേ, അത് നിങ്ങൾ കാണുക തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിം എല്ലാവരും കാണുക. ഷോർട്ട് ഫിലിം ബൈ അനുജ് രാമചന്ദ്രൻ, ബെസ്റ്റ് ഷോർട്ട് ഫിലിം അറ്റ് NHRC ഫെസ്റ്റിവൽ 2016. അത് ഓർത്ത് വയ്ക്കും. അപ്പോൾ ഇതിൽ തീംസ് എന്തൊക്കെയാണ് വരുന്നത്, ഡിസ്റ്റർബിങ് നാച്ചുറൽ ബാലൻസ് കോസസ് ഡിസ്ഹാർമണി ആൻഡ് കോൺഫ്ലിക്റ്റ്. ഇത്തരത്തിൽ നാച്ചുറൽ ബാലൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ കൂടെ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാവുകയും ഒരു കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. യൂസസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആസ് മെറ്റഫേഴ്സ് ഓഫ് ഓർ ലൈഫ് ആൻഡ് ഡെത്ത്. ലൈഫിനെയും ഡെത്തിനെയും സൂചിപ്പിക്കാൻ, അതേപോലെ ഗുഡിനെയും ഈവിളിനെയും സൂചിപ്പിക്കാൻ, ഹാർമണി ഡിസ്കോർഡ് സൂചിപ്പിക്കാനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഒരു മെറ്റഫർ അദ്ദേഹം അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. കാസ്റ്റ് ഇൻക്ലൂഡ്സ് സന്തോഷ് വെഞ്ഞാറമൂട്, മ്യൂസിക് ബൈ ജോർജ് തോമസ് ആൻഡ് അഖിൽ ജയചന്ദ്. കാസ്റ്റിൻ്റെയും മ്യൂസിക്കിൻ്റെ കേസാണ് പറയുന്നത്. ഷോസ് ഹ്യൂമൺ പ്രജുഡിസ് ആൻഡ് ഇൻടോളറൻസ് ത്രൂ എവറിഡേ ഡിലമാസ്. നമ്മുടെ എവറിഡേ ഡിലമാസിൽ കൂടെ നമ്മുടെ മനുഷ്യന്മാരിലുള്ള പ്രജുഡിസുകളും ഇൻടോളറൻസുകളും ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. മോർ ദാൻ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എത്തിക്കൽ കോൾ ഫോർ റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എൻ്റർടൈൻമെൻറ്റിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആ ഒരു എത്തിക്കൽ എന്താ പറയുക, ഒരു കോൾ, അതായത് നമ്മുടെ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എത്തിക്കൽ കോളിനെ കുറിച്ചും അതേപോലെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചൊക്കെയും ഇതിനകത്ത് പറയുന്നുണ്ട്. അടുത്തതിൽ പറയുന്നത് ദ തിയോളജിയൻസ് നൈറ്റ് മെയർ റിട്ടൺ ബൈ ബർട്രാൻഡ് റസൽ എന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയുന്നത്, തിയോളജിയനെ നമുക്ക് കാണാം. തിയോളജിയൻ്റെ പേര് എന്താണ്, ഡോക്ടർ താഡിയസ് അല്ലേ. തിയോളജിയൻ ഡോക്ടർ താഡിയസ് ഡ്രീംസ് ഹി ഡൈസ് ആൻഡ് ഗോസ് ടു ഹെവൻ എക്സ്പെക്ടിങ് റിവാർഡ്. ഒരു എന്താ പറയുക, തിയോളജിയൻ ഡോക്ടർ താഡിയസ് എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം മരിച്ചതിന് ശേഷം ഹെവനിലേക്ക് പോകുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കാണുകയാണ്. ഹെവൻസ് ബീയിങ് ഡോണ്ട് നോ മാൻ ഓർ എർത്ത് ആൻഡ് ഫൈൻഡ് ഹിം സ്ട്രേഞ്ച്. അങ്ങനെ ആൾ വിചാരിക്കുന്നത് എർത്ത് ഭയങ്കര സംഭവമാണ്, എർത്തിലുള്ള അദ്ദേഹം ഭയങ്കര സംഭവമാണ്, അങ്ങനെയൊക്കെ വിചാരിച്ച് പോകുന്ന ആളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ എന്താ പറയുക, അവിടെ ആ ഒരു മരിച്ച് ഹെവനിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലാവുന്നത് അവിടെയുള്ള ആളുകൾക്ക്, ഹെവനിലുള്ള ആളുകൾക്ക്
മനുഷ്യനെന്ന് പറയുന്ന ഒരു ജീവിയെക്കുറിച്ചും അറിയില്ല, അതേപോലെ ഏർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഉണ്ടെന്നും അറിയില്ല. അത്തരത്തിലുള്ള ഇതിലൊക്കെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് കാണുന്നവരാണ് അവിടെയുള്ളവർ. കോസ്മിക് ലൈബ്രറിയൻസ് സെർച്ച് മില്യൺസ് ഓഫ് ഗാലക്സീസ് ടു ലൊക്കേറ്റ് ദ ടൈനി ഇൻസിഗ്നിഫിക്കൻറ്റ് എർത്ത്. അപ്പോൾ അതേപോലെ അവർക്ക് നമ്മുടെ മിൽക്കി വേനെ പോലും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കോസ്മിക് ലൈബ്രറിയൻസ് ഉണ്ട്. അവിടെ പോയി കഴിയുമ്പോൾ എന്താ മനസ്സിലാവുന്നത്, ഒരുപാട് എന്താ പറയുക ദശലക്ഷക്കണക്കിന് അത്രയും ഗാലക്സികളുടെ ഇടയിൽ നിന്നാണ് എന്ത് തപ്പിയെടുക്കുന്നത്, നമ്മുടെ ആ ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് എർത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മിൽക്കി വേനെ അദ്ദേഹം അവർ തിരയുന്നത്. ഹ്യൂമൻസ് ആർ സീൻ ആസ് പാരസൈറ്റ്സ് ഓൺ എ സ്മോൾ പ്ലാനറ്റ് അറൗണ്ട് ആൻ ആവറേജ് സ്റ്റാർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സൺ എന്ന് പറയുന്നത് വലിയൊരു സ്റ്റാറാണ്. അവരെ സംബന്ധിച്ച് സൺ എന്ന് പറയുന്ന സ്റ്റാർ അവർക്കൊരു കാര്യമേ ഇല്ലാത്തൊരു കാര്യമാണ്. അതൊരു വെറിയൊരു ആവറേജ് സ്റ്റാർ ആണെന്ന് പറയണം. അപ്പോൾ അക്കൂട്ടത്തിൽ ആ ഒരു എന്താ പറയുക ആവറേജ് സ്റ്റാറിനെ ചുറ്റും കറങ്ങുന്ന ചെറിയൊരു പ്ലാനറ്റിലെ വെറും പാരസൈറ്റ്സ് പോലത്തെ ചെറിയ ജീവികൾ, പരാത ജീവികളെ പോലെയുള്ള ചെറിയ കൃമികീടങ്ങൾ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു തരത്തിലാണ് ഈ മനുഷ്യന്മാരെ അവിടെ ഉള്ളവർ കാണുന്നത്. ഡോക്ടർ താഡിയസ് ലേൺസ് ദ ക്രിയേറ്റർ ഈസ് അൺഅവെയർ ഓഫ് ഹിം ആൻഡ് ഫീൽസ് ഹിസ് ലൈഫ് സർവീസ് വാസ് മീനിങ്ലെസ്. ഇപ്പം തിയോളജി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ദൈവശാസ്ത്രം പഠിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിലാവാണ്, ഞാൻ ഇത്രയും കാലം പഠിച്ചതും ദൈവത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതും ഒക്കെ എന്തായിരുന്നു, ആ ഒരു സർവീസും ഒക്കെ ഒരു മീനിങ്ലെസ് ആയിരുന്നു. കാരണം ഇത്രയും ചെറിയ ഒരു ജീവി ഇവിടെ കിടന്നിട്ട് പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളൊന്നും ദൈവം അറിയുന്നു പോലും ഇല്ല. അപ്പോൾ എന്താണ്, അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഒരു നിരാശ തോന്നുകയാണ് എന്നാ പറയണം. ഈ റിജക്ട്സ് ഗോഡ് സെൻഡ് ടു ദ അതർ പ്ലേസ് ദെൻ വേക്സ് അപ്പ് കോളിങ് ഇറ്റ് എ നൈറ്റ് മെയർ. അങ്ങനെ എന്ത് ചെയ്യണം, അദ്ദേഹം എന്ത് ചെയ്യണം, ഗോഡിനെ തന്നെ റിജക്റ്റ് ചെയ്യാണ്. കാരണം ഞാൻ വിചാരിച്ചതൊക്കെ വെറുതെ ആയിരുന്നില്ലേ എന്ന് വിചാരിക്കുകയാണ്. മനുഷ്യൻ മാത്രമല്ല അത്ര വലിയ സൃഷ്ടിയായിട്ടുള്ളത്, ഏർത്ത് മാത്രമല്ല അത്രയും നല്ലൊരു സ്ഥലമായിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ആ ഒരു സ്വപ്നത്തിൽ എന്ത് ചെയ്യണം, ഒരു ഹെവനിലേക്ക് വിടുക, അതായത് അതർ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ സ്ഥലത്തേക്ക്, അതായത് ഹെല്ലിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അങ്ങനെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ആ ഒരു മൊമെന്റിൽ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. സെറ്ററൈസസ് റിലീജിയസ് അറോഗൻസ് ആൻഡ് ഹ്യൂമൻ സെൽഫ് ഇമ്പോർട്ടൻസ് ഇൻ എ വാസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് യൂണിവേഴ്സ്. അപ്പോൾ ഇത് എന്താണ് കളിയാക്കുന്നത്, നമ്മുടെ റിലീജിയസ് അറോഗൻസ്, എൻ്റെ മതം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡും, അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഭയങ്കര സംഭവം, മനുഷ്യന്മാരെന്തോ സംഭവമാണ് എന്ന നമ്മുടെ ഒരു തെറ്റിദ്ധാരണയെയും കളിയാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എന്താ പറയുക വർക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ചാപ്റ്റർ എന്താണ്, എക്സെപ്റ്റ് ഫ്രം വാട്ട് ഇസ് സയൻസ് എന്നതാണ്, ജോർജ് ഓവലിൻ്റെയാണ്. അപ്പോൾ വാട്ട് ഇസ് സയൻസിലത്തെ എക്സെപ്റ്റ് ഒരു ഭാഗമാണ്. ഓവൽ ഡിസ്കസസ് ദ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സയൻസ് ഓഫൻ സീസ് ആസ് ജസ്റ്റ് എക്സാക്ട് സയൻസസ് ലൈക്ക് ഫിസിക്സ് ഓർ കെമിസ്ട്രി. അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻസ് എന്ന് പറയുമ്പോൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്, ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഒരു എക്സാക്ട് സയൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിനകത്ത് ഒതുങ്ങുന്നതായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈ ഡിഫൈൻ സയൻസ് ആസ് എ മെത്തേഡ് ഓഫ് തിങ്കിങ് യൂസിങ് റാഷണൽ ഇൻക്വയറി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അദ്ദേഹം പറഞ്ഞ സയൻസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് തിങ്കിങ് ആണ്. നമ്മൾ പുസ്തകത്തിനകത്ത് വായിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്നതല്ല സയൻസ്, മറിച്ച് അതൊരു മെത്തേഡ് ഓഫ് ചിന്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് റാഷണൽ ഇൻക്വയറി ഉണ്ട്, വളരെ റാഷണലായ രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുള്ള ഒരു താല്പര്യവും നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതിൻ്റെ മെയിൻ ഭാഗങ്ങളാണ്. ഓവൽ ക്രിട്ടിസൈസസ് അസംഷൻ ദാറ്റ് സയൻറ്റിസ്റ്റ് ആർ ഇൻഹറൻ്റ്ലി മോർ ഇൻ്റലിജൻറ്റ് ഓർ ഒബ്ജക്റ്റീവ്. ചിലരുടെ ധാരണയാണ്, അതായത് സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ജന്മനാ നല്ല ബുദ്ധിയുള്ളവരായിരിക്കും. അപ്പോൾ നിനക്ക് സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ, എനിക്ക് സയൻറ്റിസ്റ്റ് ഒന്നും ആവാൻ പറ്റില്ല, അതിനൊക്കെ നല്ല ബുദ്ധി ജന്മനാ ഉള്ളതാണ്, അങ്ങനെ ഇല്ല എന്നാണ് പറയണം. ഒരിക്കലും ആ ഒരു ചിന്താഗതി ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് പറയണം. He warns against focusing scientific education on facts rather than teaching a scientific method. ഒരു സയൻറ്റിഫിക് മെത്തേഡ് പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട്, അതായത് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന സംഭവമാണ് സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ഓൺ ഫാക്റ്റ്. നമുക്ക് വെറുതെ കുറേ ഫാക്റ്റുകൾ പറഞ്ഞു തരികയാണ്, ഇതാണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ ഫാക്റ്റുകൾ പറഞ്ഞു തരികയാണ് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ട്രൂ സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ഷുഡ് ഇംപ്ലാന്റ് എ റാഷണൽ സ്കെപ്റ്റിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഹാബിറ്റ് ഓഫ് മൈൻഡ്. അത് നമ്മൾ ഒരിക്കലും സയൻസ് പഠിക്കുന്ന ഒരു കുട്ടികളോട് പോയിട്ട് എഡ്യൂക്കേഷൻ ഓൺ ഫാക്റ്റുകൾ കയറി പറയുകയല്ല വേണ്ടതെന്ന് പറഞ്ഞു, ജസ്റ്റ് കുറേ ഫാക്റ്റുകൾ പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് അവർക്കൊരു സയൻറ്റിഫിക് മെത്തേഡാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് റാഷണലായ രീതിയിൽ സ്കെപ്റ്റിക്കലായ രീതിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. മനസ്സിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു സ്കെപ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കണം, റാഷണൽ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കണം, ഒരു എക്സ്പെരിമെൻ്റൽ ഹാബിറ്റ് ഉണ്ടാവണം. ഓരോ കാര്യം കണ്ടുപിടിക്കപ്പെടുമ്പോഴും ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് എന്ന് ചിന്തിക്കാനും പുതിയ പുതിയ മെത്തേഡ്സും പുതിയ പുതിയ ഇൻവെൻഷൻസും നടത്താനുള്ള ഒരു കഴിവ് എന്തുണ്ടായിരിക്കണം, കുട്ടികളിൽ വളർത്തിയെടുക്കണം. അല്ലാണ്ട് കുറേ ഫാക്റ്റുകൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇതിങ്ങനെയാണ് അതങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ ഫാക്റ്റുകൾ പഠിപ്പിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. ദ ബ്രോക്കൺ മിറർ, ദ ബ്ലാക്ക് കാറ്റ് ആൻഡ് ലോർഡ്സ് ഓഫ് ഗുഡ് ലക്ക്. ഒരു കുഞ്ഞു കഥയാണ് അല്ലേ.
അപ്പോൾ അതെല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, നിക്കോസ് ബ്രേക്സ് എ മിറർ, സ്പിൽ സോൾട്ട് ആൻഡ് സീസ് എ ബ്ലാക്ക് കാറ്റ് ഇൻ വൺ മോർണിംഗ്. ഇത് സൂപ്പർസ്റ്റിഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ദിവസം നമ്മുടെ കഥാപാത്രമായിട്ടുള്ള നിക്കോസ് എന്ത് ചെയ്യാണ്, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മിറർ വീണ് പൊട്ടുന്നു, കയ്യിൽ നിന്ന് ഉപ്പ് തൂവി പോകുന്നു. അതേപോലെ തന്നെ ബ്ലാക്ക് കാറ്റിനെ കുറിച്ച് ബ്ലാക്ക് കാറ്റിനെയും കാണുന്നുണ്ട്. ഈ സൂപ്പർസ്റ്റിഷ്യസ് ഫ്രണ്ട്സ് പാനിക് ആൻഡ് ഡിസ്റ്റൻസ് themselves ഫ്രം ഹിം ടു അവോയ്ഡ് ഡിസാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ധവിശ്വാസികളായ സുഹൃത്തുക്കൾ ഇതൊക്കെയും കണ്ണാടി പൊട്ടുന്നതും ഉപ്പ് നിലത്ത് വീഴുന്നതും അതേപോലെ തന്നെ കരിമ്പൂച്ചേനെ കാണുന്നതൊക്കെ ഭയങ്കര മോശമാണ്, ദുശ്ശഗ്നമാണ് എന്നാണ് നമ്മൾ പറയാറ് പല അന്ധവിശ്വാസികൾ. അപ്പോൾ അതേപോലെ കുറച്ച് അന്ധവിശ്വാസികൾ അദ്ദേഹത്തിനും സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പോൾ അവർ പറയണം, അയ്യോ നിനക്ക് എന്തോ വലിയ അപകടം വരാൻ പോകുന്നുണ്ട്, അപ്പോൾ അത് കാണാൻ ഞങ്ങളില്ലേ എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൽ നിന്നും ഗ്യാപ്പ് ഇട്ട് പോവാണ്. ഡിഫൈങ് ദ ഓമൻസ്, നിക്കോസ് പ്ലേസ് ഗെയിംസ് ആൻഡ് വിൻസ് എവറി കാർഡ് ആൻഡ് ഡൈസ് മാച്ച്. പക്ഷേ ആ ഒരു ശകുനങ്ങൾ അല്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട് ബാധിച്ച് അദ്ദേഹത്തിന് പ്രശ്നം വരുന്നതിന് പകരം അന്നത്തെ ദിവസം അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും സക്സസ് ആവുകയാണ് ചെയ്യുന്നത്. ഹി ബൈസ് എ ലോട്ടറി ടിക്കറ്റ് ആൻഡ് വിൻസ് ഓൾ 3 മേജർ പ്രൈസസ് ദാറ്റ് ഡേ. അപ്പോൾ അത് ലോട്ടറി അടിക്കുന്നു, അദ്ദേഹം കാർഡ് കളിക്കാൻ പോകുമ്പോൾ എല്ലാത്തിലും ചെയ്യുന്നു, ഡൈസ് കളിക്കുന്ന എല്ലാത്തിലും അദ്ദേഹം വിന്നർ ആവുകയാണ് ചെയ്യുന്നത്. ഹിസ് ഫ്രണ്ട്സ് നോട്ട് ദാറ്റ് ട്രൈങ് ടു ഫൈറ്റ് ബാഡ് ലക്ക് സ്റ്റിൽ വാലിഡേറ്റ് സൂപ്പർസ്റ്റിഷൻ. അതേസമയം തന്നെ അദ്ദേഹം ആ സമയത്ത് എന്തിനാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, അതായത് ഈ കണ്ണാടി പൊട്ടുകയും ഉപ്പ് തൂവുകയും ബ്ലാക്ക് കാറ്റിനെ കാണുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം എന്താ പറയുക, കണ്ട നിങ്ങൾ പറഞ്ഞില്ല ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പേര് തെളിയിച്ചില്ലേ എന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് സുഹൃത്ത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അന്ധവിശ്വാസം തെളിയിക്കാൻ ശ്രമിച്ചിട്ട് നീ ഇപ്പോൾ അന്ധവിശ്വാസി, അതായത് ഞങ്ങൾ വിചാരിച്ചത് എന്താ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഡ് ലക്ക് വരുമെന്നാണ്, അതേസമയം നീ ഇപ്പോൾ എന്താ വിശ്വസിക്കുന്നത് ഇതൊക്കെ ചെയ്താൽ ഗുഡ് ലക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളാണോ അതോ നീയാണോ അന്ധവിശ്വാസി എന്ന് ചോദിക്കണം. അപ്പോൾ അത് അന്ധവിശ്വാസം ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അയാൾ ഇപ്പോൾ എന്തായി മാറി, അയാളൊരു അന്ധവിശ്വാസിയായി മാറി എന്നാണ് സത്യം. ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ഹൗ സെൽഫ് കോൺഫിഡൻസ് ഓവർ റൈഡ്സ് ദ സൈക്കോളജിക്കൽ പവർ ഓഫ് സൂപ്പർസ്റ്റിഷൻ. അപ്പോൾ സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്ന സൈക്കോളജിക്കൽ പവറിലും ഉപരിയായിട്ട് ഈ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസിനാണ് ഇമ്പോർട്ടൻസ്. അദ്ദേഹത്തിൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടാണ് സക്സസ് ഉണ്ടായത്. അല്ലാതെ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടോ സംഭവിക്കാത്തത് കൊണ്ടോ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നില്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരെ സൂപ്പർസ്റ്റിഷനെ കുറിച്ചായിരിക്കും കേട്ടോ. സൂപ്പർസ്റ്റിഷനെ കുറിച്ച് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. ഹൗ AI വിൽ ഷേപ്പ് ഹ്യൂമാനിറ്റീസ് ഫ്യൂച്ചർ. AI എങ്ങനെയാണ് മനുഷ്യന്മാരുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഇതൊരു ഇൻ്റർവ്യൂ ആണ് സ്റ്റീഫൻ കോൾബർട്ടും അതേപോലെ യുവാൽ നോഹ ഹരാരിയും തമ്മിലുള്ളത്. അപ്പോൾ ആ പേരുകൾ ഓർത്ത് വയ്ക്കുക. AI is revolutionary because it acts on its own, makes decisions and creates original ideas unlike past tools like the printing press. AI എന്ന് പറയുന്നത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളതാണ്. കാരണം അത് സ്വയം അതിന് പ്രവർത്തിക്കാൻ അറിയാം അല്ലേ. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ മെഷീൻസും എങ്ങനെയാണ്, അതിൽ നമ്മൾ സ്വിച്ച് ഇട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിപ്പിച്ചാലാണ് അത് പ്രവർത്തിക്കുള്ളൂ. ഇത് സ്വയം എന്താ പറയുക ആക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ AI എന്ന് പറയുന്നത്. സ്വയം ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു, അതേപോലത്തെ ഒറിജിനൽ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതേപോലെ മറ്റ് നമ്മുടെ പല പ്രിൻറ്റിംഗ് പ്രസ് പോലത്തെ പല എന്താ പറയുക പാസ്റ്റ് ടൂൾസിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടാണ് AI ഉള്ളത്. നോ വൺ നോസ് വാട്ട് സ്കിൽസ് വിൽ മാറ്റർ ഇൻ 20 years ബിക്കോസ് AI ഈസ് അഡ്വാൻസിങ് സോ ഫാസ്റ്റ്. 20 വർഷം കഴിയുമ്പോൾ എന്ത് സ്കില്ലാണ് ആവശ്യമായിട്ട് വരിക എന്ന് നമുക്ക് ആർക്കും വിചാരിക്കാൻ കൺസിഡർ അല്ലെങ്കിൽ എന്താ പറയുക തിങ്ക് ചെയ്യാൻ പോലും പറ്റില്ല. ഹരാരി സേസ് ഗിവിങ് പവർ ടു സംതിങ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ വരെ ഇപ്പോൾ എന്തുണ്ട് AIക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പവർ കൊടുക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈയിടെ എന്താ പറയുക യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഞാൻ നിങ്ങളുടെ ആരുടെയൊക്കെയോ കുറേ പേരുടെ കമൻറ്റ് കണ്ടപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ നോക്കിയപ്പോൾ ഓൾറെഡി സജഷൻ വന്നിരിക്കുന്നത് മുന്നേയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഇംഗ്ലീഷിലോ മലയാളത്തിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് റിപ്ലൈ അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും. അത് വേണമെങ്കിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിപ്ലൈ നിങ്ങൾക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടൈപ്പ് ചെയ്യാം. ആ ഓട്ടോമാറ്റിക് റിപ്ലൈ എന്ന് പറയുന്നത് മുന്നേ ഇംഗ്ലീഷായിരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ആണെങ്കിൽ മോസ്റ്റ് വെൽക്കം എന്നോ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും അതിൽ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളത്തിലോ ഈ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് ഒത്തിരി പേര് നമ്മൾ കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ കമൻറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ അല്ലെങ്കിൽ റിവിഷൻ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നവർ കമൻറ്റ് ഇടുന്നതിന് റിപ്ലൈ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രമിക്കാം, ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് സമയം, ഞാൻ ഇപ്പോൾ കുറച്ച് ബിസിയാണ്, അത് കഴിഞ്ഞ് ഞാൻ ശ്രമിക്കാം, ആ രീതിക്കൊക്കെ മലയാളത്തിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന അതേ രീതിയിൽ മംഗ്ലീഷിൽ എന്ത് ചെയ്യുന്നു ഓൾറെഡി സജഷൻ വന്ന് കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു
അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയോ? കാരണം അപ്പം എന്താണ് നമ്മുടെ ലാംഗ്വേജ് ഇത് എക്സാക്ട്ലി ഞാൻ എങ്ങനെയാണോ മറ്റുള്ളവരോട് ചാറ്റ് ചെയ്യാറ് ആ ഒരു സ്പെല്ലിംഗ് തന്നെയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവർ അഡ്വാൻസ് ചെയ്ത് മനസ്സിലാക്കുന്നത് അതേ ഭാഷയിൽ നിങ്ങൾ പറയുന്നത് എന്താണോ അത് മനസ്സിലാക്കി അതേ രീതിയിൽ തിരിച്ചിട്ട് അതേ ഇതിൽ എന്താ പറയുക അതേ മെത്തേഡിൽ തിരിച്ച് റിപ്ലൈ തരാൻ പാകത്തിന് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ അറിയാം, എഐക്ക് കറക്റ്റായിട്ട് അറിയാമെന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. എഐ ക്യാൻ ജനറേറ്റ് ന്യൂ ഐഡിയാസ് ബിയോണ്ട് ഹ്യൂമൻ ഇമാജിനേഷൻ ലൈക്ക് ന്യൂ സ്ട്രാറ്റജീസ് ഇൻ ഗോ. ഇപ്പം എന്താ എഐക്ക് പുതിയ പുതിയ ഐഡിയാസ് നമ്മൾ കൊടുക്കുന്നതിനെ ഒന്നും കൂടെ അടിപൊളിയാക്കുന്നതിലുപരിയായിട്ട് സ്വന്തമായിട്ട് ഐഡിയാസ് ഉണ്ടാക്കാൻ വരെ നമ്മുടെ എഐക്ക് പറയാം. ഹരാരീസ് ബുക്ക് അൺസ്റ്റോപ്പബിൾ എക്സ്പ്ലെയിൻസ് ദ വേൾഡ് ഇസ്ന്റ് ഫെയർ ആൻഡ് കോൺഫ്ലിക്ട്സ് കം ഫ്രം സ്റ്റോറീസ് വി ബിലീവ് ബട്ട് ചേഞ്ചിങ് ദോസ് സ്റ്റോറീസ് ക്യാൻ ഹെൽപ്പ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. എഐയുടെ കാര്യമാണ് പറയുന്നത് നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ഫ്യൂച്ചറിൽ അല്ലേ. അടുത്ത ചാപ്റ്റർ എന്താണ്? പ്രൊപ്പഗണ്ട ടെക്നിക്സ് ഇൻ ടുഡേയ്സ് അഡ്വർടൈസിങ്. ഇപ്പോഴത്തെ അഡ്വർടൈസിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ അഡ്വർടൈസിങ്ങുകളിൽ കണ്ടുവരുന്ന കുറച്ച് പ്രൊപ്പഗണ്ട ടെക്നിക്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒന്നെന്താണ് നെയിം കോളിംഗ് ആണ് അല്ലേ. യൂസേഴ്സ് നെഗറ്റീവ് ലേബിൾസ് ടു ക്രിയേറ്റ് ഫിയർ ഓൺ മിസ്ട്രസ്റ്റ് ലൈക്ക് കോളിംഗ് എ കോമ്പറ്റീറ്റർ ഫോറിൻ. ഇപ്പോൾ ഒരു പേസ്റ്റാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, ഒരു പേസ്റ്റാണ്. അപ്പോൾ അവർ പറയും മറ്റുള്ള ഫോറിൻ ടൂത്ത് പേസ്റ്റുകളേക്കാൾ കൂടുതൽ ബെറ്ററായിട്ട് ഞങ്ങളുടെ അങ്ങനെ ഫോറിൻ എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു ചീത്ത വാക്ക് പോലെ അല്ലെങ്കിൽ ഒരു വിശ്വാസം കളയുന്ന തരത്തിലുള്ള ഒരു വാക്കാണ്. അതായത് നമ്മുടെ നാട്ടിലത്തെയാണ് പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഫോറിനാണ് കേട്ടോ, വിദേശിയാണ്, പുറത്തുനിന്ന് വന്നത്, അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് മീനിങ് അല്ലേ. അപ്പോൾ അങ്ങനെ മറ്റുള്ള ബ്രാൻഡുകളെ ഇത്തരത്തിൽ മിസ്ട്രസ്റ്റ് ഉണ്ടാക്കുന്ന വിശ്വാസയോഗ്യമല്ല എന്ന് കാണിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴുള്ള അഡ്വർടൈസിംഗ് കണ്ടുവരുന്ന ഒരു പ്രൊപ്പഗണ്ട ടെക്നിക്കാണ്. പിന്നെന്താ ഗ്ലിറ്ററിങ് ജനറാലിറ്റീസ്, ജനറലായിട്ട് കുറേ മിന്നുന്ന തരത്തിലുള്ള ഭയങ്കര പൊള്ളയായ കാര്യങ്ങൾ പറയുക. യൂസസ് വേഗ് പോസിറ്റീവ് വേർഡ്സ് ലൈക്ക് ഫ്രീഡം ഓർ ഓൾ അമേരിക്കൻ ടു സ്പാർക്ക് ഗുഡ് ഫീലിംഗ്. നമുക്കൊരു കേൾക്കുമ്പോൾ തന്നെ ഒരു ഗുഡ് ഫീലിംഗ് തോന്നിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അടുത്തത് ട്രാൻസ്ഫർ. ലിങ്ക്സ് എ പ്രൊഡക്റ്റ് ടു എ റെസ്പെക്റ്റഡ് സിമ്പിൾ ലൈക്ക് ലിങ്കൺ ഇൻഷുറൻസ് യൂസിങ് ലിങ്കൺസ് ഇമേജ്. ഒരു പ്രൊഡക്റ്റിന് അത് ഒരു സമൂഹത്തിൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സിമ്പിളുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ആ സിമ്പിളിനോടുള്ള റെസ്പെക്റ്റ് എന്തിനോടും കിട്ടും, ആ ഒരു പ്രൊഡക്റ്റിനോടും കിട്ടാൻ പാകത്തിന് അല്ലേ. അടുത്തത് ടെസ്റ്റിമോണിയൽ. യൂസസ് സെലിബ്രിറ്റീസ് ടു എൻഡോസ് പ്രൊഡക്ട്സ് ലൈക്ക് മൈക്കൽ ജോർദൻ ഫോർ വെയ്ച്ചസ്. അപ്പോൾ സെലിബ്രിറ്റീസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഏതെങ്കിലും സെലിബ്രിറ്റീനെ കൊണ്ടുവന്ന് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ആഡിൽ ചെയ്യിക്കുക. അപ്പോൾ ആ സെലിബ്രിറ്റിയോടുള്ള താല്പര്യം ആരോടും വരും, അല്ലെങ്കിൽ സെലിബ്രിറ്റിയോടുള്ള താല്പര്യം ഈ പ്രൊഡക്റ്റിനോടുള്ള വിശ്വാസമായിട്ട് മാറ്റാനായിട്ട് പറ്റും. പ്ലെയിൻ ഫോക്സ് shows the product as related and just like you, like Bob Evans down on the farm sausage. അപ്പോൾ പ്ലെയിൻ ഫോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പോലെ തന്നെയാണ് സാധാരണക്കാർക്ക് പറ്റുന്നത്, ജസ്റ്റ് ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ വരുന്നത്, നമ്മളുമായിട്ട് അതിനെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തെന്താ കാർഡ് സ്റ്റാക്കിംഗ്. Twist on hides facts using weasel words like helps control to mislead. ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഫേസ് ക്രീമോ സിറമോ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഹെൽപ്സ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ആ ഒരു പ്രശ്നം, നിങ്ങൾ പിമ്പിൾസ് ആണെങ്കിൽ ആ ഒരു പിമ്പിൾ മാറുമെന്ന് അവർ പറയുന്നില്ല, കൺട്രോൾ ചെയ്യുമെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അതെന്താ അവരുടെ ഒരു തന്ത്രമാണ് എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ പറയും 99.9% ജെംസ് എന്താ പറയുക നശിക്കുന്നൊക്കെ പറയില്ലേ, അതെന്താണ് കംപ്ലീറ്റ് പോകുന്നവർ പറയുന്നില്ല. 99.9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ബാക്കി 1% അല്ലെങ്കിൽ 0.1% ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള അല്ലാണ്ട് കംപ്ലീറ്റ്ലി നീക്കം ചെയ്യും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നൊരാടലും പറയുന്നില്ല. അവരെന്തേപോലെ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ മാറ്റം വരും എന്നുള്ളത്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ വ്യത്യാസം വരും, മറ്റുള്ളവരെക്കാൾ ക്വാളിറ്റി, അപ്പോൾ മറ്റുള്ളവരെ വെച്ചിട്ട് എന്താ പറയുക നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള വേർഡ്സാണ് അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നതെന്ന് പറയണം. അടുത്തെന്താ ബാൻഡ് വാഗൺ. pushes you to follow the crowd with claims like most people prefer brand X. ബ്രാൻഡ് വാഗൺ എന്നുള്ള എന്താ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിൽ ഇത്രയും ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ മലയാളികൾ ഇത്രയും പേര് ഇത് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മോസ്റ്റ് പീപ്പിൾ പ്രിഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് എല്ലാവരും വാങ്ങിക്കുന്നുണ്ടല്ലേ, എന്താ പറയുക ഞാൻ മാത്രം വാങ്ങിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്നൊരു ചിന്ത കേൾക്കുന്ന ആൾക്ക് വരും. അപ്പോൾ അതൊരു ഐഡിയയാണ്. അപ്പോൾ ഈ 7 എന്താ പറയുക ഐഡിയകളും എന്താണെന്നാ പറയുന്നത്, നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ബയസുകളെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അല്ലാതെ നമ്മളൊരിക്കലും നമ്മുടെ ലോജിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലല്ല. ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ആഡിലൊക്കെ നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റ് എടുക്കുന്നത് എനിക്കിപ്പോൾ വന്നത് ടൂത്ത് പേസ്റ്റ് അതുകൊണ്ട് പറയുന്നുള്ളൂ കേട്ടോ. ടൂത്ത് പേസ്റ്റ് എടുക്കുന്ന കണ്ടിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു എന്താ പറയുക ബ്രഷിൽ ബ്രഷിൽ ഫുൾ കവർ ഈ തല തൊട്ട് ആ തല വരെ നീട്ടി വരയ്ക്കുന്നതാണ്.
അത്രയും പേസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ബ്രഷ് ചെയ്യാൻ നമുക്ക് വളരെ ശരിക്കും നമുക്ക് അത്രയും പേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതെന്താ അവരുടെ പ്രൊഡക്റ്റ് പെട്ടെന്ന് തീരാനും ആ ഒരു ആഡിൽ കുറച്ചും കൂടി അട്രാക്റ്റീവായി തോന്നാനും വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കാണാം. അതേപോലെ തന്നെ ഷാംപൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഡയറക്റ്റ് ഇങ്ങനെ കയ്യിലേക്ക് കോരി ഒഴിച്ചിട്ട് തലയിൽ പതപ്പിച്ച് തേക്കുന്നതൊക്കെ കാണാം. ഞാൻ വേറെ എന്താ പറയുക, നമുക്ക് ഡയറക്റ്റ് ഈ ഷാമ്പു തലയിൽ തേക്കാൻ നമുക്കറിയാം, നമ്മൾ ഈ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തേക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതേസമയം അവരുപയോഗിക്കുന്ന പോലെ അത്രയും ഷാമ്പു നമ്മൾ ഉപയോഗിക്കുക നമുക്ക് ആവശ്യമുണ്ടോ? കുറച്ചെടുത്താൽ തന്നെ നമുക്കറിയാം നല്ലോണം പതഞ്ഞ് നല്ല ഇത് വരുന്നതാണ്. പക്ഷേ അവരെന്താ കാണിക്കുക, അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് മാക്സിമം യൂസ് ചെയ്യുന്നതായിട്ടാണ് അവർ കാണിക്കുക. അപ്പോൾ അതൊക്കെയും എന്താണ് പലതരത്തിലുള്ള തന്ത്രങ്ങളാണ് അഡ്വർടൈസ്മെൻറ്റിൽ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. നിങ്ങൾ എന്താ പറയുക, വളരെ നല്ല ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് എന്തൊരു പ്രൊഡക്റ്റും വാങ്ങിക്കുക. അടുത്ത എന്താ, എ ക്രൈം ഓഫ് കമ്പാഷൻ, ബാർബറ ഹട്ട്മൻ. ക്രൈം ഓഫ് കമ്പാഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മാക് എ യങ് കോപ്പ് വിത്ത് ലങ് ക്യാൻസർ വാസ് റിസസിയേറ്റഡ് 52 times in 1 month. റിസസിയേറ്റഡിൻ്റെ സ്പെല്ലിംഗ് അല്ല, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത്രയും അങ്ങോട്ട് എക്സ്ട്രീമിലേക്ക് എത്തുമ്പോൾ മരിക്കാതിരിക്കാൻ വേണ്ടി ജീവൻ രക്ഷോപകരണങ്ങൾ ഉപയോഗിച്ച് ജീവൻ നിലനിർത്തുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണമെന്നാണ് പറയുന്നത്, ഇദ്ദേഹം ലങ് ക്യാൻസർ വന്നൊരു വ്യക്തിയാണ് മാക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത്രയും വേദന തിന്നുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അപ്പോഴും അത്രയും വേദന തിന്നുന്നൊരവസരത്തിലും ഇദ്ദേഹത്തിന് അത്രയും പ്രശ്നമാകുമ്പോൾ വീണ്ടും ഇവരെന്ത് ചെയ്യണം, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നഴ്സ് ഹട്ട്മൻ റിഫ്യൂസസ് ദ 53rd resuscitation ആൻഡ് ഹെൽഡ് ഹിസ് ഹാൻഡ് ആസ് ഹി ഡൈഡ്. അതായത് 53ാമത്തെ തവണയും ഈ വ്യക്തിക്ക് റിസസിയേഷൻ കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നഴ്സ് എന്ത് ചെയ്യാണ്, അത് തടയുകയാണ് അല്ലെങ്കിൽ അതിൽ വൈകിപ്പിക്കുകയാണ്. കാരണം അവർ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ പോലും അല്ലെങ്കിൽ അയാൾ പോലും എന്ത് പറഞ്ഞു എന്നാണ് പറയണത്, ആ പേഷ്യൻ്റ് പോലും പറഞ്ഞു എനിക്കിത് വേദനിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി. അപ്പോൾ ഈ നഴ്സിനെ സംബന്ധിച്ച് അവരുടെ എത്തിക്സിനേക്കാൾ ഉപരിയായിട്ട് അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റ് അത്രയും വേദന തിന്നാലും അയാളത് റിക്കവറി വരുമെങ്കിൽ ഓക്കെ, അയാൾ മരിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനാണ് ഇത്രയും വേദന എന്താ പറയുക തിന്നുന്നൊരവസ്ഥയിൽ അവരുടെ ജീവൻ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത് ആൾ മരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ട് ആൾ ആ ഒരു പ്രോസസ്സിന് ലേറ്റ് ആക്കുകയാണ്, ഡിലേ ആക്കുകയാണ്. അപ്പോൾ അത് പിന്നെ കൊടുത്തു കഴിഞ്ഞ കാര്യമില്ല, ആൾ മരിക്കും. അപ്പോൾ അത് മനഃപൂർവ്വം അയാൾ മരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയണം. ദ essay questions whether prolonging life with medical tech is moral when it increases suffering. സഫറിങ് കൂടുന്ന സമയത്ത് നമ്മൾ ആ ഒരു മെഡിക്കൽ എന്താ പറയുക ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അത് നമ്മൾ നീട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് എന്താണ്, ശരിയായ കാര്യമാണോ എന്നൊരു ചോദ്യമാണ് വരുന്നത്. ഹൈലൈറ്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പ്രിസർവിങ് ലൈഫ് ആൻഡ് റിലീവിങ് സഫറിങ് ഇൻ എൻഡ് ഓഫ് ലൈഫ് കെയർ. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റാണ്. കാരണം ജീവൻ നിലനിർത്തുകയാണോ വേണ്ടത് അതോ ആ ഒരു വേദനയിൽ നിന്നും മുക്തനാക്കുകയാണോ വേണ്ടത്, ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് ഈ ഒരു നഴ്സ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റത് നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഒന്നെന്താണ് ആ ഒരു വ്യക്തിയോട് ചെയ്യുന്ന നന്മയാണ്, അതേസമയം തന്നെ അവരുടെ എത്തിക്സിനോട് അവരുടെ പ്രൊഫഷനോട് ചെയ്യുന്ന കുറ്റമാണ്. calls for legislation on the right to die and living wills to protect patient dignity. ആ പേഷ്യൻറ്റിൻ്റെ ഡിഗ്നിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ അവരുടെ ആ ഒരു റൈറ്റ് ടു ഡൈ ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ജീവിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ഏതൊരു മനുഷ്യനും മരിക്കാനും അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. തീം എന്താ, പേഷ്യൻ്റ് ഓട്ടോണമി വേഴ്സസ് മെഡിക്കൽ ഡ്യൂട്ടി. പേഷ്യൻറ്റിൻ്റെ മരിക്കാനുള്ള അവകാശമാണോ അതോ മെഡിക്കൽ ഡ്യൂട്ടിയാണോ അവർ എപ്പോഴും ജീവൻ നിലനിർത്തുക എന്നതാണ് ഒരു മെഡിക്കൽ സ്റ്റാഫിൻ്റെ എന്താ ഉത്തരവാദിത്തം എന്ന അത് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. റൈറ്റ് ടു ചൂസ് ഡെത്ത് വിത്ത് ഡിഗ്നിറ്റി ഓവർ ഫോഴ്സ്ഡ് പെയിൻഫുൾ സർവൈവൽ. അപ്പോൾ മരിക്കാനുള്ള അവകാശം സമാധാനത്തോട് കൂട്ടാൻ മരിച്ചു പോവുകയാണോ, അതേപോലെ അതേ അല്ല അത്രയും ഫോഴ്സ്ഡ് ആയിട്ട് പെയിൻഫുൾ ആയിട്ട് ജീവൻ നിലനിർത്തുകയാണോ വേണ്ടത്, ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ചാപ്റ്റർ ഏതായിരുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയ എത്തിക്സ് ആൻഡ് എറ്റിക്യൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ സോഷ്യൽ മീഡിയ എത്തിക്സിനെ കുറിച്ചും എറ്റിക്യൂട്ടിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ഓൺലൈൻ. അപ്പോൾ എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്ന് പറയുന്നതാണ് എറ്റിക്യൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ല എത്തിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓൺലൈനിൽ നമ്മൾ ഇരിക്കുമ്പോൾ മൊബൈലോ ഇൻ്റർനെറ്റോ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കീപ്പ് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നമുക്കുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നത് തീരുമാനിക്കുന്നതാണ് എത്തിക്സ്. എറ്റിക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കോഡ് ഓഫ് റെസ്പെക്ട്ഫുൾ ബിഹേവിയർ ഇൻ ഡിജിറ്റൽ സ്പേസസ്. ആ ഒരു നമ്മൾ ഒരു ഡിജിറ്റൽ സ്പേസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു മാന്യമായ സ്വഭാവത്തിനെയാണ് എന്ത് പറയുന്നത്, എറ്റിക്യൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് രണ്ടും പഠിച്ചു വയ്ക്കണം കേട്ടോ. പിന്നെ അതിൽ പറയുന്ന 3 പ്രിൻസിപ്പിൾസ് ആണ്. ഒന്നെന്താ, ബി ഒത്തൻറ്റിക്. നമ്മൾ ഭയങ്കര ഒത്തൻറ്റിക് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വിശ്വാസയോഗ്യമായിരിക്കണം എന്നാ പറയുന്നത്. ട്രാൻസ്പെറൻറ്റ്, അടുത്ത് പറയുന്നത് എന്താണ്, ട്രാൻസ്പെറൻറ്റ്
ട്രാൻസ്പെറൻറ്റ് അബൌട്ട് ബയസസ് ഓർ സ്പോൺസേഴ്സ്. ബയസുകളും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്പോൺസറിങ് ഒക്കെയാണ് സ്പോൺസർ വീഡിയോ ഒക്കെയാണ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയണം, ഇതിങ്ങനെ സ്പോൺസർ വീഡിയോ ആണ് എന്ന് പറയണം. അല്ലാതെ നമ്മൾ കാണികളെ പറ്റിക്കാനായിട്ട് പാടില്ല. കമ്മ്യൂണിക്കേറ്റ് റെസ്പെക്ട്ഫുള്ളി, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ റെസ്പെക്റ്റോട് കൂടി നമ്മൾ സംസാരിക്കണം. അടുത്ത എന്താ, പ്രോപ്പർ കണ്ടക്റ്റ്, ഷെയർ വാല്യുബിൾ കണ്ടന്റ്, അവോയ്ഡ് ബോർഡ്സ്, റിപ്ലൈ പ്രോംപ്റ്റ്ലി, സ്റ്റേ പ്രൊഫഷണൽ, പോസ്റ്റ് ക്വാളിറ്റി കണ്ടന്റ്, സെപ്പറേറ്റ് പേഴ്സണൽ ഓർ ബിസിനസ് അക്കൗണ്ട്സ്. ഇനി ബെസ്റ്റ് പ്രാക്ടീസസ്, നമ്മൾ ചെയ്യേണ്ട ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് പറയുന്നത്. ഒന്നെന്താ, ഡിസ്ക്ലോസ് സ്പോൺസേർഡ് പോസ്റ്റ്. നമ്മൾ സ്പോൺസേർഡ് പോസ്റ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ ഡിസ്ക്ലോസ് ചെയ്യണം, ഇതിങ്ങനെയാണ് എന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ ഫാക്ട് ചെക്ക്, നമ്മൾ പറയുന്ന കാര്യം ശരിക്കും ഫാക്റ്റ് ആണോ, യഥാർത്ഥത്തിലുള്ളതാണോ എന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, കോപ്പിറൈറ്റോ പ്രൈവസി ഒക്കെ ഉള്ളതാണെങ്കിൽ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതിനും അപ്പുറം പോയിട്ട് കോപ്പിറൈറ്റ് ഉള്ളതും എനിക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് പോകാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ മിസ്റ്റേക്ക് നമ്മൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താൻ, അഡ്മിറ്റ് ചെയ്യാൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റണം. എനിക്ക് ഈ റൂൾസ് എന്താണ്, ജെന്യുവിൻ ആയിരിക്കണം, വളരെ പോസിറ്റീവായിട്ടായിരിക്കും എൻഗേജ് ചെയ്യേണ്ടത്, വെരിഫൈ, എപ്പോഴും ഇൻഫോർമേഷൻസ് വെരിഫൈ ചെയ്യണം. അത് നമുക്ക് എപ്പോഴും ഒരു ആളെക്കുറിച്ചോ അങ്ങനെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ എന്താ പറയുക, പെർമിഷൻ എടുത്തിരിക്കണം, കൺസെൻറ്റ് എടുത്തിരിക്കണം. അതേപോലെ പ്ലാഗിയാരിസം നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മളെപ്പോഴും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്, ഇൻക്ലൂസീവായിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അതേപോലെ നമ്മുടെ വർക്ക് പ്ലേസ് നല്ല രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി എന്താണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത്? ഒന്നെന്താ, ബിൽസ് ട്രസ്റ്റ്, നമുക്ക് വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യാനും റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻറ്റഗ്രിറ്റിയും ഗ്രോത്തും ഒക്കെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കിത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അടുത്ത ചാപ്റ്ററിൽ എന്താ പറയുന്നത്, ഹൗ ടു ക്രിയേറ്റ് എ ഗ്രേറ്റ് ബ്രാൻഡ് നെയിം എന്ന ചാപ്റ്റർ. ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കുമ്പോൾ അത് അടിപൊളിയാക്കി വെക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഗുഡ് നെയിംസ് ആർ ഈസി ടു സേ, മെമ്മറബിൾ ആൻഡ് ക്രിയേറ്റ് പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ. നല്ല പേരുകൾ എന്തായിരിക്കും, നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും, നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും, കേൾക്കുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഗുഡ് ഇംപ്രഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എ സ്ട്രോങ് നെയിം ഔട്ട്ലാസ്റ്റ് ട്രെൻഡ്സ്, ബിൽഡ് ട്രസ്റ്റ് ആൻഡ് റിഫ്ലക്ട്സ് ബ്രാൻഡ് വാല്യൂസ്. ഒരു നല്ലൊരു സ്ട്രോങ് നെയിം ആണെങ്കിൽ അത് എല്ലാ കാലത്തും എന്തായിരിക്കും, ട്രെൻഡിങ് ആയി നിൽക്കണം, എല്ലാ കാലത്തും അത് നിലനിൽക്കാൻ പറ്റുന്നതായിരിക്കണം. അതേപോലെ തന്നെ വിശ്വാസം ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ബ്രാൻഡ് വാല്യൂസിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതിലുള്ള 3 സ്റ്റെപ്സ് എന്തൊക്കെയാണ്? പിക്ക് നെയിം ടൈപ്പ്, ഏത് തരത്തിലുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഏത് തരത്തിലുള്ള പേരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. പിന്നെ എന്താണ്, ചൂസ് എ ബിഗ് ഐഡിയ, എന്ത് ഐഡിയ ആണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. ചെക്ക് അവൈലബിലിറ്റി, അത് എത്രത്തോളം, ചെക്ക് അവൈലബിലിറ്റി പ്ലസ് കൾച്ചറൽ മീനിങ്സ്, അതിന് എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ കൾച്ചറൽ മീനിങ്സ്, വേറെ ഏതെങ്കിലും ഭാഷയിലുള്ള എന്തെങ്കിലും മോശം വേർഡാണോ എന്നതൊക്കെ നമ്മൾ നോക്കണം. അത് 7 തരമാണുള്ളത്. ഒന്നെന്താണ്, എപ്പോണിമസ് ലൈക്ക് ടെസ്ല, എപ്പോണിമസ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് അല്ലേ, ഡിസ്ക്രിപ്റ്റീവ് ലൈക്ക് ദ ഹോം ഡെപ്പോട്ട്. ഇത് ഓരോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഹോം ഡിപ്പോട്ട് എന്ന പേര് പറയുന്ന പോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആ കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. അക്രോണിംസ് ഉണ്ട്, ലൈക്ക് KFC ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത് അല്ലേ, കേരള ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ പറയുന്നത് FC ഇതൊക്കെ ഷോർട്ട് ആക്കി പറയുന്നത് പോലെ തന്നെ എന്തുണ്ട്, അക്രോണിംസ് ഉണ്ട്. പിന്നെ എന്താ, റിയൽ വേർഡ്സ് ലൈക്ക് യൂബർ. അപ്പോൾ ഊബർ എന്നുള്ള വേർഡ് പോലെ തന്നെ റിയൽ വേർഡ്സ് ആയിട്ട് ഇതിൻ്റെയൊക്കെ മീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു, അത്തരത്തിലുള്ള വേർഡ്സ് വരുന്നുണ്ട്. കോമ്പോസിറ്റ് ലൈക്ക് ഫേസ്ബുക്ക്, 2 വാക്കുകളെ കമ്പൈൻ ചെയ്ത് വരുന്ന പോലത്തെ വാക്കുകളുണ്ട്. ഇൻവെൻറ്റഡ് ലൈക്ക് ക്ലീനെക്സ് പോലത്തെ പുതിയതായിട്ട് ഇൻവെൻറ്റ് ചെയ്ത പേരുകളാവാം. അല്ലെങ്കിൽ അസോസിയേറ്റീവ് ഓർ അബ്സ്ട്രാക്ട് ലൈക്ക് ആമസോൺ ഓർ കൊട്ടക്, ആമസോൺ അല്ലെങ്കിൽ കൊട്ടക് പോലത്തെ അസോസിയേറ്റീവ് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പേരുകൾ നമുക്ക് കൊടുക്കാം. പിന്നെ ബെസ്റ്റ് നെയിംസ് സ്റ്റാൻഡ് ഫോർ ആൻ ഇമോഷണൽ ഐഡിയ നോട്ട് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഏറ്റവും നല്ല പേരുകൾ എന്തായിരിക്കും, ആ ഒരു ഇമോഷണൽ ഐഡിയയ്ക്കായിരിക്കും, അല്ല ജസ്റ്റ് എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവരുത്. ഇപ്പോൾ നൈക്കി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, വിന്നിങ് എന്താ പറയുക, ആപ്പിൾ ഇസ് ഈക്വൽ ടു സിംപ്ലിസിറ്റി, ഓരോന്നിൻ്റെയും പേരിൻ്റെ ആ ഒരു ഐഡിയ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓൾവേസ് ചെക്ക് ട്രേഡ് മാർക്സ് ആൻഡ് നെഗറ്റീവ് മീനിങ്സ് ഇൻ അതർ ലാംഗ്വേജസ്. അതേപോലെ തന്നെ എന്തെങ്കിലും ട്രേഡ് മാർക്കുകൾ അല്ലെങ്കിൽ എന്താ പറയുക നെഗറ്റീവ് മീനിങ്ങുകൾ അതിന് വേറെ ഭാഷയിൽ വരുന്നുണ്ടോ എന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ചാപ്റ്റർ എന്താ, പെയിൻ ഇസ് നോട്ട് ദ അൾട്ടിമേറ്റ് എനിമി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് പെയിൻ കില്ലേഴ്സിൻ്റെ യൂസേജിനെ കുറിച്ചാണ് പറയണത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ അമേരിക്കൻസ് ഫിയർ പെയിൻ ടു മച്ച് ബിക്കമിങ് പിൽ ഗ്രാബേഴ്സ്. US users is approximately 80% of world's pain pills. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്കാർക്ക് പെയിന് ഭയങ്കര പേടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് വേദന വന്നാലും അപ്പം എടുത്തിട്ട് ഗുളിക എടുത്ത് കഴിക്കും, പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്നവരാണ്. അപ്പോൾ മൊത്തം ലോകത്ത് ഉപയോഗിക്കുന്നതിൽ 80% പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നത് US-ലുള്ള ആളുകളാണ്. അപ്പോൾ 1999 2010 ഇടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പെയിൻ കില്ലേഴ്സ് സെയിൽസ്, പെയിൻ കില്ലേഴ്സിൻ്റെ ഉപയോഗം 4 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഓവർഡോസ് കാരണം ഉണ്ടാകുന്ന മരണങ്ങൾ 400% ആയിട്ട് മാറിയിട്ടുണ്ട്. സ്ത്രീകൾ 400% കൂടിയിട്ടുണ്ട്, 265% പുരുഷന്മാരിലും കൂടിയിട്ടുണ്ട്. റിയൽ ഇഷ്യൂ ഇസ് ഇഗ്നോറൻസ് നോട്ട് പെയിൻ. ശരിക്കുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതിനെക്കുറിച്ചുള്ള എന്താ പറയുക ഒരു അറിവില്ലായ്മയാണ് അല്ലേ.
എന്താണ് പെയിൻ അല്ലെങ്കിൽ എന്തിനാണ് പെയിൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇഗ്നറൻസ് ആണ്. 90% അപ്രോക്സിമേറ്റ്ലി ഓഫ് പെയിൻ ഇസ് സെൽഫ് ലിമിറ്റിംഗ് ഓഫൺ ഫ്രം സ്ട്രെസ് ഇനാക്ടിവിറ്റി പുവർ ഹാബിറ്റ്സ്. അതിൽ 90% നമുക്ക് വരുന്ന വേദനകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് എന്തെങ്കിലും സ്ട്രെസ്സ് കാരണമോ നമ്മൾ ഇനാക്ടിവിറ്റി കാരണമോ നമ്മുടെ എന്തെങ്കിലും ജീവിതശൈലികൾ കാരണമോ വന്നതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതിനൊക്കെ നമ്മളെടുത്ത് ഗുളിക കഴിക്കേണ്ട കാര്യമില്ല. പെയിൻ കില്ലേഴ്സ് ബ്ലോക്ക് വാർണിംഗ് സിഗ്നൽസ്, മാസ്ക് കോസസ്, ഓവർ യൂസ് റിസ്ക്സ് ബ്ലീഡിംഗ്, മാൽന്യൂട്രീഷൻ, ബോൺ മാരോ ഡാമേജ്. പെയിൻ കില്ലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പലതരത്തിലുള്ള വേറെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളെ വാർണിംഗ് ആയിട്ട് തരുന്ന വേദനകളെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. എന്താണോ ആ ഒരു കോസ്, എന്താണ് കാരണം എന്നത് നമുക്ക് തെളിയിച്ചു തരില്ല, അല്ലെങ്കിൽ അത് മാറ്റുകയോ ചെയ്യല്ല. ആ വേദന അനുഭവപ്പെടാനുള്ള നമ്മുടെ ആ ഒരു അനുഭവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കഴിവിനെയാണ് നഷ്ടപ്പെടുന്നത്, ആ നാഡീനെയാണ് തളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അധികമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ്, മാൽന്യൂട്രീഷൻ പോലത്തെ, അതേപോലെ ബോണിന് പ്രശ്നം വരുന്ന പോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. Athletes over treated. 75% of college athletes use painkillers. 2010 നോക്കുകയാണെങ്കിൽ enough opioids shipped for 40 Percocets plus 24 Vicodins per American. അപ്പോൾ അത്ലറ്റിക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കായികപരമായിട്ടുള്ള മേഖലയിലുള്ള ആളുകൾ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കോളേജിലും എന്താ പറയുക സ്കൂളിലും ഒക്കെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ എന്താ പറയുക കായിക താരങ്ങളായിട്ടുള്ള ആളുകളൊക്കെയും ചെറിയ വേദന വരുമ്പോൾ പോലും അവരെ സഹിക്കാതെ അവർ ഇത്തരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് അമിതമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കസിൻസ് വാല്യൂസ് പെയിൻ കില്ലേഴ്സ് വെൻ യൂസ്ഡ് റൈറ്റ് ബട്ട് റിജക്ട്സ് ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഡ്രിവൺ ബൈ ആഡ്സ് ആൻഡ് ഹൈപ്പോകോൺട്രിയ. അപ്പോൾ അദ്ദേഹം പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പെയിൻ കില്ലേഴ്സിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് അനാവശ്യമായിട്ട് ഉപയോഗിക്കുക, എന്തെങ്കിലും ആഡ് കണ്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആവശ്യം വരുമ്പോഴേക്കും വെറുതെ എടുത്ത് ഉപയോഗിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം? എഡ്യൂക്കേറ്റ് അബൌട്ട് പെയിൻ ഇൻ സ്കൂൾസ്, റൺ പബ്ലിക് ക്യാമ്പയിൻസ്, റെസ്പെക്ട് ബോഡീസ് നാച്ചുറൽ ഹീലിംഗ്. പെയിൻ എന്താണ് എന്നത് പറഞ്ഞു കൊടുക്കുക, ഇന്നതാണ് സംഭവം എന്നത് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ അതിനെക്കുറിച്ച് പബ്ലിക് ക്യാമ്പയിൻസ് നടത്തുക. അത് പെയിൻ എന്ന് അത് ഇത്തരത്തിലുള്ള വേദന വന്നിട്ടുണ്ടെങ്കിൽ നാച്ചുറലി അത് ഹീൽ ആവട്ടെ എന്നുള്ള ഒരു ചിന്ത മനുഷ്യരിൽ വളർത്തിയെടുക്കുക. പിന്നെന്താ, പെയിൻ ഈസ് എന്താ എനിമി, ഇഗ്നോറൻസ് അബൌട്ട് ഇറ്റ് ഈസ്. പെയിൻ അല്ല ശരിക്കുള്ള എനിമി, അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എന്നാണ് പറയുന്നത്. ഈ 14ാമത്തെ ചാപ്റ്റർ ഡയബറ്റിസ് എപ്പിഡമിക്, വൈ ആൻഡ് വാട്ട് വി ക്യാൻ ഡു. ഡയബറ്റിസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അത്, എങ്ങനെയാണ്, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നോക്കാം. ഡയബറ്റിസ് റൈസസ് ബ്ലഡ് ഷുഗർ, ഡാമേജസ് ഓർഗൻസ്, കോസസ് ബ്ലൈൻഡ്നെസ്, കിഡ്നി ഫെയിലിയേഴ്സ്, ഹാർട്ട് അറ്റാക്സ്, ആംപ്യൂട്ടേഷൻസ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഡയബറ്റീസ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ബ്ലഡ് ഷുഗർ കൂട്ടുന്നു, ഓർഗൻസ് നമ്മുടെ അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുത്തുന്നു, നമുക്ക് കണ്ണിനും കിഡ്നിക്കും ഒക്കെ പ്രശ്നം വരുന്നു, ഹാർട്ടിനൊക്കെ പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട് അല്ലേ. ഗ്ലോബൽ കേസസ് നോക്കുകയാണെങ്കിൽ 171 മില്യൺ ആണ് വരുന്നത്. 2000 വർഷമായപ്പോഴേക്കും 171 മില്യൺ ആളുകൾക്ക് ഈ പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ 2030 ആകുമ്പോഴേക്കും 366 മില്യൺ ആകുമെന്നാണ് പറയണം. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇന്ത്യ ലീഡ് ചെയ്യുന്ന എങ്ങനെയാണ്, 31 മില്യൺ ആണ് 2000 ആയപ്പോഴേക്കും വരുന്നത്. 80 മില്യൺ ബൈ 2030, 2030 ആകുമ്പോഴേക്കും 80 മില്യണും വരുമെന്ന് പറയുന്നു. ഇന്ത്യ സ്പൈക്ക് Chennai 2% in 1970s to 16% in 2006. 2006 ആയപ്പോഴേക്കും 16% യൂത്ത് കേസസ് റൈസിങ് ഫാസ്റ്റ്. യൂത്ത് ആയിട്ടുള്ള യുവാക്കളിലാണ് ഏറ്റവും കൂടുതൽ ഇത് കൂടി വരുന്നത്. കാരണം എന്താ, ജനിതകപരമായിട്ടുള്ളതുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഏർബൺ ലൈഫ് സ്റ്റൈൽ കാരണമാവുന്നുണ്ട്, നമ്മൾ ഇനാക്റ്റീവായിട്ടിരിക്കുന്നതുകൊണ്ടാവും, നമ്മുടെ അമിതമായ വണ്ണം കാരണമാവാം, അതേപോലെ നമ്മുടെ ഫാറ്റ്, ഷുഗർ ഡയറ്റ്, ഇതൊക്കെ പ്രശ്നമാണ്, സ്ട്രെസ്സൊക്കെയും കാരണമാണ്. അപ്പോൾ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? പ്രൈമറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറ്റ് ചെയ്യാം, എക്സസൈസ് ചെയ്യാം. പ്രൈമറി സ്റ്റേജിലാണെങ്കിൽ സ്ക്രീനിങ് ചെയ്യാം. സെക്കൻഡറി സ്റ്റേജ് ആണെങ്കിൽ കൺട്രോൾ കോംപ്ലിക്കേഷൻസ്, അത് കോംപ്ലിക്കേഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. 3ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ ലിമിറ്റ് ഡിസബിലിറ്റി. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലേ. പിന്നെന്താ, ഇന്ത്യൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവോയ്ഡ് റിഫൈൻഡ് ഫുഡ്സ് ഒഴിവാക്കുക, ട്രഡീഷണൽ ഹൈ ഫൈബർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക, യോഗ ചെയ്യുക, ആക്റ്റീവായിട്ട് ഇരിക്കുക. 5 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഈറ്റ് ഹെൽത്തി, നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക, നല്ലോണം ദേഹം അനങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് എന്താണോ അത് മെയിൻറ്റെയിൻ ചെയ്യുക, സ്ട്രെസ്സ് കുറയ്ക്കുക, അതേപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യുക. പ്രിവെൻറ്റബിൾ ആണ്. അതേപോലെ തന്നെ എന്താണ്, മുൻകൂട്ടിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഈറ്റ് ലെസ്, നമുക്ക് വളരെ കുറച്ച് കഴിക്കുക, അതേപോലെ കുറച്ച് കഴിക്കുന്ന നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് നടക്കുക. അതേപോലെ തന്നെ എന്താണ്, ലോങ് ലൈഫ് നമുക്ക് പോസിബിൾ, നമുക്കിത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലൈഫ് നമുക്ക് പോസിബിൾ ആണ് അല്ലേ. അടുത്ത എന്താ, എത്തിക്കൽ ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററാണ്. ടൈം ടു ആഡ് യുവർ വെൽനസ് വീൽ. നമ്മുടെ വെൽനസ് വീലിൽ എത്തിക്കൽ ഹെൽത്ത് കൂടെ ആഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. ബെർണഡ് സേസ് ethics is missing from wellness models but ethical health is core to well-being.
നമ്മുടെ വെൽബീയിങ് നന്മയ്ക്ക് ഏറ്റവും അത്യാവശ്യം നമ്മുടെ എത്തിക്കൽ ഹെൽത്താണ്. പക്ഷേ ആ ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ വെൽനസ് വീലിൽ നിന്ന് നമ്മൾ വെൽനസ് വീൽ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വെൽനസ് വീലിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംഭവമില്ല. ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ദ ഗോൾഡൻ റൂൾ ആൻഡ് ഡൂയിങ് നോ ഹാം, പ്രൊമോട്ടിംഗ് കൈൻഡ്നെസ് ആൻഡ് കോപ്പറേഷൻ. സ്ട്രെസ് മേക്സ് എസ് ഡിഫോൾട്ടഡ് പവർ ഓർ ഡോഗ്മ ഇൻസ്റ്റഡ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാണ്ടിരിക്കുക, നല്ലത് മാത്രം ചെയ്യുക, നന്മ ചെയ്തുകൊണ്ടിരിക്കുക, സഹകരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് അല്ലേ. ഡൂയിങ് മോറൽ ഗുഡ് ഇംപ്രൂവ്സ് ഓൾ ഹെൽത്ത് ഏരിയാസ്. നമ്മൾ മോറലി നല്ലത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ തരത്തിലുള്ള ഹെൽത്ത് ഏരിയാസും അതിനകത്ത് കവർ ചെയ്യും. കുറേ ടൈം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടാണ് കേട്ടോ തൊണ്ടയ്ക്ക് സ്ട്രെസ് വന്നു, അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് ഇടയ്ക്ക് സൗണ്ടൊക്കെ പോകുന്നത്. ഫോക്കസിങ് ഓൺ ദ പോസിറ്റീവ് ബിൽസ് മോർ എനർജി ദാൻ ഡ്വെല്ലിങ് ഓൺ പ്രോബ്ലംസ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കണം? നമുക്ക് കൂടുതൽ പ്രോബ്ലംസിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായിരിക്കാൻ പറ്റും. എത്തിക്കൽ ഹെൽത്ത് ഇമ്പാക്ട്സ് എവറിത്തിങ്. Altruism helps physical health, empathy strengthens social bonds, ethics improves work and emotional well-being, and purpose needs it. അപ്പോൾ എന്താണ്, നമ്മുടെ വർക്കിനെയും ഇമോഷണൽ വെൽബീയിങ്ങിനെയും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എത്തിക്സ്. Also, research shows ethical choices like honesty and considering others linked to better personal well-being. അപ്പോൾ അവർ റിസർച്ച് എന്താണ് പറയുന്നത്? എത്തിക്കൽ ചോയ്സ് എന്ന് പറയുന്നത് വളരെ ഹൊണസ്റ്റായിട്ട് നമുക്ക് എന്താണ് മറ്റുള്ളവരുടെ കാര്യം കൂടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ വെൽബീയിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് എടുക്കുന്നത്. ഇൻറ്റൻഷനലി കൾട്ടിവേറ്റ് എത്തിക്കൽ ഹെൽത്ത് ഓർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ വെൽനെസ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മനഃപൂർവ്വം നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക എത്തിക്കൽ ഹെൽത്ത് നമ്മുടെ പേഴ്സണൽ പ്രൊഫഷണൽ വെൽനെസ്സിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ട് അതിനെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് പറയുന്നത് വിമൻസ് മെൻ്റൽ ഹെൽത്ത്, ദ ന്യൂസ് മിനിറ്റ് ക്രിയേഷൻ. Patriarchy worsens Indian women's mental health through forced gender roles, emotional labor and domestic violence. അപ്പോൾ പെട്രിയാർക്കി എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ ഇന്ത്യയിലെ സ്ത്രീകളുടെ ആരോഗ്യം, മാനസികാരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ജെൻഡർ റോളുകൾ കെട്ടിവെച്ചുകൊണ്ടും ഇമോഷണലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടും ഡൊമസ്റ്റിക് വയലൻസ് നടത്തിക്കൊണ്ടൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Limited autonomy and performing femininity causes anxiety. Emotions are dismissed as what girls do. അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെയുള്ളൊരു അവകാശം ഉണ്ട്. അത് നമ്മൾ കൂടുതൽ ഫെമിനൈൻ ആവുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിൽ കൂടെ നമ്മൾ ജെൻഡർ റോൾസ് അടിച്ചേൽപ്പിക്കുന്നതിൽ കൂടെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുകയാണ്. WHO എന്താ പറയുന്നത്? വിമൻ ഫേസ് ഹയർ ഡിപ്രഷൻ ഓർ ആൻസൈറ്റി ലിങ്ക്ഡ് ടു വർക്ക്, മാരേജ് ആൻഡ് സോഷ്യൽ റോൾസ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ജോലി സ്ഥലത്തും വിവാഹ ജീവിതത്തിലും അതേപോലെ സോഷ്യൽ റോളിലും എല്ലാം കൂടുതൽ ഡിപ്രസ്ഡ് ആണ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇസ് കോമൺ ബട്ട് സ്റ്റിഗ്മറ്റൈസ്ഡ്. ഫാമിലീസ് എക്സ്പെക്ട് ഹാപ്പിനെസ് നോട്ട് സാഡ്നെസ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? കോമൺ ആണ്, പക്ഷേ അതും ഈ പറഞ്ഞപ്പോഴത്തെ സ്റ്റിഗ്മ ആയിട്ടാണ് പലരും കൺസിഡർ ചെയ്യുന്നത്. Learned helplessness from trauma keeps women in abuse despite resources. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ട്രോമയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്വയം അങ്ങ് വിശ്വസിക്കും, അതായത് നമ്മൾ ഹെൽപ്ലെസ് ആണ്, പെണ്ണായി പോയില്ല, സഹിക്കുന്നേ എന്ന് പറയുന്ന അത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ നമുക്ക് അബ്യൂസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മണിക്കൂറിലും 10 ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ആക്രമണങ്ങൾ സ്ത്രീകൾ സഹിക്കേണ്ടി വരുന്നു എന്നതാണ് പറയുന്നത്. ഫെമിനിസ്റ്റ് തെറാപ്പി അഡ്രസ്സസ് എക്സ്റ്റേണൽ പെട്രിയാർക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ലീഗൽ റൈറ്റ്സ്. ഫെമിനിസ്റ്റ് തെറാപ്പിയിൽ കൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ എക്സ്റ്റേണൽ പെട്രിയാർക്കൽ ഫാക്ടേഴ്സ് നമുക്ക് തിരിച്ചറിയാനും അതിൽ തന്നെ നമുക്ക് നിയമപരമായിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന പരിരക്ഷകളെ പഠിപ്പിക്കാനും ഒക്കെ സഹായിക്കും. ഇത് നമുക്ക് കിട്ടാനുള്ള മെസ്സേജ് എന്താണ്? വിമൻസ് മെൻ്റൽ ഹെൽത്ത് കാൺ ബി സെപ്പറേറ്റഡ് ഫ്രം പെട്രിയാർക്കി. കെയർ മസ്റ്റ് കൺസിഡർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. വിമൻ്റെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പെട്രിയാർക്കിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഇത്തരത്തിലുള്ള കേസുകളിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താവശ്യമുണ്ട്? കെയർ ആവശ്യമായിട്ടുണ്ട്. അത് സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്കത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പഠിക്കേണ്ടത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അതിൽ കൂടുതൽ പഠിക്കാതിരിക്കാനോ മാർക്ക് കുറയാനോ ഫെയിൽ ആവാനോ ഒന്നും യാതൊരു സാഹചര്യമില്ല. അത്രയും അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ ചാപ്റ്ററും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് എക്സാം എഴുതുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.